ബിഗ് ബോസിലെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരെയും ഇഷ്ടമില്ലാത്തവരെയും വിളിക്കുക. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ഓരോ പേര് കൊടുക്കാം. അക്ബർ ഖാൻ വിളിച്ചത് രേണു സുധിയെ ആയിരുന്നു. അപ്പൊ രേണുവിന് അദ്ദേഹം വിളിച്ചൊരു പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആരെയും നമ്മൾ വിളിക്കാൻ പാടില്ലാത്ത ഒരു പേരാണത്. പലരും കമന്റ് ഇട്ടത് കണ്ടു, രേണുവിന് അങ്ങനെ തന്നെ കിട്ടണം എന്നുള്ളത്. അവരെന്തൊക്കെ അപരാധങ്ങൾ ചെയ്താലും അവരൊരു വിധവയും ആണ്, ഒരു സ്ത്രീയാണ്. എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അവര്. പുരുഷനായാലും സ്ത്രീ ആയാലും മനുഷ്യനാണ് എന്നൊരു പരിഗണന കൊടുത്തുകൊണ്ട് ഈ സെപ്റ്റിക് ടാങ്ക് ഒഴികെ വേറെ പല പേരും വിളിക്കാമായിരുന്നില്ലേ? അസഭ്യ വാക്കുകളും അംഗീകരിക്കാൻ പറ്റാത്ത അരച്ച് കലക്കി തന്നാൽ കുടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് ആ ആളോടെന്ന്. ശരിയാണ്, എനിക്കും അങ്ങനെ പലരോടും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. ഞാൻ ആരെയും ഇതുപോലുള്ള പേരുകളൊന്നും പറയാറില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമുക്കെന്താണോ അവരോട് ഇഷ്ടക്കുറവ് എങ്കിൽ ഇഷ്ടക്കുറവായിട്ട് തന്നെ മുന്നോട്ട് പോകുക. അവരെ അനാവശ്യ വാക്കുകളോ സമൂഹത്തിൽ കേൾക്കാൻ പറയാൻ പറ്റാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. രേണു സുധിയുടെ റിയാക്ഷൻ വീഡിയോകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുമുണ്ട് ഞാൻ. പക്ഷെ രേണു സുധിയെ അല്ല ഇഷ്ടമില്ലാത്തത്. അവൾ പറയുന്ന ചില വാക്കുകളും പ്രവൃത്തികളോടും എനിക്ക് വിയോജിപ്പുണ്ട്. നമ്മൾക്ക് ഒന്നുമില്ലാത്ത ഒരു സമയത്ത് നമ്മളെ ഒരാൾ സഹായിച്ചാൽ ഒരിക്കലും അവരെ തള്ളിപ്പറയുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും ഒന്നും ചെയ്യാൻ പാടില്ല. എത്ര തന്നെ നമുക്കുണ്ടായാലും നമ്മളുടെ ആപത്ത് സമയത്ത് നമുക്ക് ആരാണോ ഒരു കൈത്താങ്ങായിട്ട് കൂടെ നിന്നത്, ആ കൈത്താങ്ങായിട്ട് കൂടെ നിന്ന വ്യക്തികളെ എത്ര തന്നെ ദേഷ്യം വന്നാലും എത്ര തന്നെ അവരോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അവരെ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകളോ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പം രേണു ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകൾ ബിഷപ്പിനെയും ഷാജൻ സ്കറിയയെയും ഫിറോസിനെയും പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിനെ ഒക്കെ പറയുക എന്നാൽ അദ്ദേഹം ദൈവതുല്യനാണ്. അവര് ആ സ്ഥലം കൊടുത്തത് കൊണ്ടാണ് രേണു സുധി എന്ന രേണുവിന് വീട് വെക്കാൻ പറ്റിയത്. ഫിറോസ് എന്ന വ്യക്തി അത് വെച്ചു കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവര് ഒരുപാട് പേരിൽ നിന്നും കളക്ട് ചെയ്തിട്ടും അവരുടെ കയ്യിലുള്ള പണവും എടുത്തിട്ടാണ് അവര് രേണുവിന് വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ മതില് കെട്ടാൻ വേണ്ടിയിട്ട് 1,19,000 രൂപ എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെ നന്നാക്കുകയും മോശമായിട്ട് പറയുകയും ഒക്കെ അദ്ദേഹത്തിന്റെ ന്യൂസിലും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരാളെ ശരിയായിരിക്കും മറ്റൊരാൾ പറയുന്നത്, ഒരാളുടെ ശരികേടായിരിക്കും മറ്റുള്ളവരും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അവിടെ നിന്നും ബിഗ് ബോസിൽ നിന്നും അദ്ദേഹം വിളിച്ച പേരിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ പേരല്ലാതെ സെപ്റ്റിക് ടാങ്ക് എന്ന പേരല്ലാതെ വേറെ എന്തെല്ലാം പേരുകൾ ഉണ്ടായിരുന്നു വിളിക്കാൻ? അത് വിളിച്ചാൽ മതിയായിരുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്ത പല പേരുകളുണ്ട്. പലതരത്തിലുള്ള കളിയാക്കലുകളും അവളും നേരിടുന്നുണ്ട്, രേണു നേരിടുന്നുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ റിയാക്ഷൻ വീഡിയോ രേണുവിന്റെ ചെയ്യുന്ന ആളാണ്. രേണുവിനെ ഞാൻ സപ്പോർട്ടല്ല പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആ വ്യക്തിയെ അത് ഈ പരിപാടി ലോകം മുഴുവനുള്ളവർ കാണുന്നുണ്ട്. അപ്പം അവരെ അങ്ങനെ അവർക്ക് നാവിനിത്തിരി നീളം കൂടുതലുമാണ്. രേണു എന്ന വ്യക്തിക്ക് വല്ലാതെ അങ്ങോട്ട് കയറിപ്പോവലും വല്ലാതെ അഹങ്കാരവും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തലും അവരെ അപകീർത്തിപ്പെടുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് രേണു. പക്ഷേ അവർ പറയുന്ന വാക്കുകൾ ആരായാലും നമ്മൾ മനുഷ്യരാണല്ലേ. നമ്മൾ ആര് തന്നെ ആയാലും എത്ര വലിയവനായാലും അക്ബർ ഖാൻ ഉപയോഗിച്ച വാക്ക് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. സെപ്റ്റിക് ടാങ്ക് എന്ന വാക്ക് എൻ്റെ മലയാളം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ വീട്ടിലും ഉള്ളതാണല്ലോ സെപ്റ്റിക് ടാങ്ക്. എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടല്ലോ സെപ്റ്റിക് ടാങ്ക്. പക്ഷേ
അതിനോട് ഉപമിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ താൻ തന്നെ അനുഭവിച്ചിടുക എന്ന് പറയും, പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതും. ഈ സംസാരത്തിന് ശേഷം രേണു ശരിക്കും അവള് ഹൃദയത്തിലൊന്ന് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനുശേഷം ആ ബിഗ് ബോസിനകത്ത് കിടപ്പുമുറിയുടെ അകത്തുകൂടെയാണോ ഇനി ഹോളാണോ എന്നറിയില്ല, ഹാളായാലും കിടപ്പുമുറിയാലും അകത്ത് കയറിയിട്ട് അവൾ ആരുമില്ല അപ്പുറത്തോ ഇപ്പുറത്തോ, അവൾ ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത്. ഒരുപാട് പേരുകൾ, ഒരുപാട് ഇരട്ടപ്പേരുകൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു പേര് ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ വിളിക്കുന്നത്. അതെനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. രേണു അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയണത്. എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു? അവൾ ചെയ്തതും അവൾ പറഞ്ഞതും ഒക്കെ ഒരു നിമിഷത്തേക്കെങ്കിലും അവളുടെ മനസ്സിലോട്ട് കയറി വന്നു കാണും. ബിഷപ്പിനെയും ഫിറോസിനെയും താജുദ്ദീന്റെ തന്തയ്ക്കൊക്കെ വിളിക്കുമ്പോഴും അവൾ വിചാരിച്ചിരുന്നില്ല എവിടുന്നെങ്കിലും അവൾക്കൊരു വിളി വരുമെന്ന്. ആ വിളിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ഇനിയെങ്കിലും രേണു സുധി ഒന്ന് നന്നായി വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.